വെക്കാം. ഇന്നത്തെ കറി ഇരിപ്പുണ്ട്. നല്ല മധുരമുള്ള ഗ്രേപ്സ് ആയിരുന്നു. മറാഠി പഠിക്കാൻ പറഞ്ഞമ്മ. എനിക്ക് ഇങ്ങനെ ഇലനാമ്പ് വരുന്നത് കാണാൻ ഭയങ്കര. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിജിയ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരാൾ എനിക്ക് പറഞ്ഞതാ, ബി ചേച്ചി എന്ന് പറയണ്ട, ബിജി എന്നങ്ങ് പറഞ്ഞാൽ മതി, അതാ നല്ലത്. കാരണം ബിജിയേക്കായി ഏജ് ഉള്ളവരും കാണുന്നുണ്ട്, അതുകൊണ്ട് ബിജി എന്നങ്ങ് ഇട്ടാൽ മതിയെന്ന്. അപ്പം ഞാനും ചിന്തിച്ച് അങ്ങനെ ആവട്ടെ എന്ന്. അപ്പോൾ രാവിലെ ഇത് റിപ്പബ്ലിക് ഡേയുടെ എന്നുള്ള വീഡിയോയാണ്. ഇവരെല്ലാം താഴെ പോയായിരുന്നു, പ്രൈസിനും പോയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് അവൻ ഈ കയറിപ്പോരുന്നു, വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇവിടെ. ഞാൻ ചോദിച്ചു എന്താടാ നീ ഇങ്ങ് പോരുന്നത്? ഓ ഞാനിങ്ങ് പോരുന്നെന്ന് പറഞ്ഞ്. അവിടെ നാസ്ത ഉണ്ടായിരുന്നു. അപ്പോൾ ആ നാസ്ത കാണണം ആശാന് വേണ്ട, അതുകൊണ്ട് അവനിങ്ങ് കയറിപ്പോരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ അവന് നൂഡിൽസോ അങ്ങനെ കണ്ട് എന്തോ ഉണ്ടാക്കി കൊടുത്തു പെട്ടെന്ന്. അങ്ങനെ ആളിവിടെ വന്ന് കുറച്ച് നേരം പാട്ടും പാടി അവിടെ കിടക്കുക. പയർ തോരനും വയ്ക്കാം. ഇന്നത്തെ കറി ഇരിപ്പുണ്ട്. പിന്നെ ഇവരെല്ലാം ഇന്നിവിടെ ഉണ്ട്. അപ്പം ടൊമാറ്റോ ചട്നി വയ്ക്കാം. ചപ്പാത്തിക്ക് ടൊമാറ്റോ കുറച്ചിരിപ്പുണ്ട്. അപ്പം ടൊമാറ്റോ ചട്നിക്കുള്ള ടൊമാറ്റോ എടുക്കാം. നല്ല മധുരമുള്ള ഗ്രേപ്സ് ആയിരുന്നു. ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാൻ കാര്യം, ഇവിടെ റീച്ചാനും ഉണ്ടല്ലോ ഇന്ന്. ചപ്പാത്തിയാണല്ലേ ഉച്ചയ്ക്ക്, അവർക്കെല്ലാം ചപ്പാത്തി ടൊമാറ്റോ ഇരിക്കുന്നു. ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ ചപ്പാത്തി മതി അവർക്കെല്ലാം. ഭയങ്കര ഇഷ്ടം അവർക്കെല്ലാം. അതുകൊണ്ട് ഇന്ന് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പം ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നവരുണ്ട്, ചിലപ്പോൾ കഴിക്കാത്തവരുണ്ട്. കാണുന്നവർ ചിന്തിക്കും സർവ്വസമയം ഇവിടെ ചോറ് തീറ്റിയാണ്. എല്ലാവരും അവരവരുടെ ശരീരം നോക്കുന്നവരാ, ഹെൽത്ത് നോക്കുന്നവരാ. അങ്ങനെ എപ്പോഴും ഒന്നും ഇവിടെ ചോറ് അങ്ങനെ തിന്നുന്നവരൊന്നുമില്ല. ആരുടെയും ശരീരപ്രകൃതി കണ്ടിട്ട് ഇവർ ഭയങ്കര തീറ്റിയ, ഇവർ ഭയങ്കര ചോറ് തീറ്റിയ, അങ്ങനെ ആരും അവരെ കണക്കിലെടുക്കരുതേ. ഇതിപ്പോൾ ഞാൻ ഇത്രയും ടൊമാറ്റോയും ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. ഇതിനി ഞാൻ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. നന്നായി കഴുകി ലാസ്റ്റ് വെള്ളത്തിൽ ഇട്ടേക്കുക. ഇനി ഒന്ന് കഴുകിയെടുത്ത് അരിഞ്ഞുകൊണ്ട് വരട്ടെ. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന ചട്നി അല്ലാതെ നമ്മൾ സവാള നീളത്തിലരിഞ്ഞ്, ടൊമാറ്റോയും നീളത്തിലരിഞ്ഞ്, 2 പച്ചമുളകും കീറിയത്, ഇതെല്ലാം ഒന്ന് ഇച്ചിരി ഒന്ന് ചിലപ്പോൾ കടുകിടും, ചിലപ്പോൾ കടുകിടത്തില്ല. അങ്ങനെ ഇട്ട് വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയിട്ട് ഇതുപോലെ അങ്ങ് വഴറ്റി നന്നായിട്ട് സ്മാഷ് പോലെ ആക്കത്തില്ല, ഇത്തിരി ഒന്ന് ഉടഞ്ഞ പരുവത്തി. എന്നിട്ട് ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഉടച്ചെടുക്കുക. അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഞങ്ങളുടെ പപ്പായുടെ ഒരു കൂട്ടാനായിരുന്നത്. നല്ല ടേസ്റ്റാണ് അത്. സവാളയൊക്കെ ഇട്ടിട്ട് ഒരു ഇച്ചിരി ഉപ്പൂടി ഇട്ടിട്ട് ഞാനിതൊന്ന് നന്നായി വഴറ്റി എടുക്കുന്നുണ്ട്. ഉപ്പൂടി ഇടുമ്പോഴൊക്കെ പെട്ടെന്നൊന്ന് വാടി വരും. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇതിലേക്ക് ഞാൻ അരിഞ്ഞ ടൊമാറ്റോ ചേർത്ത് കൊടുത്തിട്ട്, ടൊമാറ്റോയ്ക്കൂടെ ആവശ്യമായ സവാളയിൽ ഞാൻ കുറച്ച് ഉപ്പേ ചേർത്തുള്ളൂ. ഇതിലൂടെ ഇച്ചിരി ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര നടന്നൊരു സംഭവം, ഞങ്ങൾക്കറിയാവുന്നൊരു ഫാമിലിയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് നമുക്കൊന്നും പറയാനൊക്കത്തില്ല. കാരണം ഈ നിങ്ങൾ നാട്ടിലൊക്കെ കണ്ടു കാണും, കൊട്ടാരക്കരയിൽ നിന്നൊരു കൊച്ചിനെ കാണാതായെന്നും പറഞ്ഞ് 15 വയസ്സുള്ള എന്തുവാ അപ്പനൊന്ന് വഴക്ക് പറഞ്ഞ് ഒന്ന് അടിച്ചെന്ന് പറയുന്നു. ഉടനെ അവൻ വണ്ടി കയറി എറണാകുളം വരെ പോയി. എറണാകുളത്ത് പോയി അവൻ്റെ ഇച്ചിരി പൈസ ഉണ്ടായിരുന്നു, എന്താ കണ്ടൊക്കെ വാങ്ങിച്ചു തിന്ന് രാത്രി അവിടെ കിടന്ന് കൊതുകടിയൊക്കെ കൊണ്ടപ്പോൾ ആൾക്ക് മനസ്സിലായി ഒരു രക്ഷയില്ല. അങ്ങനെ ഉള്ള ബാക്കി പൈസയിൽ തിരിച്ച് വണ്ടി കയറി എവിടെ കണ്ട് ഇറങ്ങിയ ഒരു അപ്പച്ചൻ കണ്ട്, നീ ഇന്നലെ
നിൻ്റെ ഫോട്ടോ ഇല്ലയോടാ ഇപ്പം കാണുന്നേ, അങ്ങനെ അപ്പൻ്റെ നമ്പരൊക്കെ ചോദിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. അതാ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു വക നമുക്ക് മിണ്ടാനൊക്കത്തില്ല. എന്തോ ചെയ്യും, ഇങ്ങനെ ആയിപ്പോയ കാലം. അവനും മതിയായി, ഒരു ദിവസം കൊണ്ട് അവനും പഠിച്ചു, കൊതുകടിയും കൊണ്ട് ഒന്നുമില്ല. അപ്പോഴത്തേക്കിനും ഒരു ദിവസം കൊണ്ട് ആൾ തിരിച്ചു വന്നു. जल्दी निकाल मैच कर। जाना दिमाग खराब हो रहा है, जल्दी कर ना। മാത്സ് ടെസ്റ്റ് നാളെ ഇന്നലത്തെ റിസൾട്ട് ഒക്കെ മുട്ടപൂജ്യം കൊണ്ടുവന്നിട്ടുണ്ട്. മുട്ടപൂജ്യമല്ല, മുട്ടപൂജ്യം. മുട്ടപൂജ്യം ഏതില്ല? केमिस्ट्री चल 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 जल्दी कर। केमी नहीं केमिस्ट्री है, कौन बोला केमिस्ट्री? ओह माय गॉड, चल 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 जल्दी कर। इसके बाद वाला प्रॉब्लम होता है सॉल्व करना। मुड़ी हटान പോയില്ല. जाएगा जाएगा, जाने वाला है। एक काट रहे तेरा जंगली हेयर मेरे देख के दिमाग खराब हो गया। ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഫ്രീസറിന്റെ. എല്ലാരും പ്രൈസ് മോൻ എന്ത് പാവ എന്നാണ്ട് ഇതായി കാണിക്കുന്നേ. नीचे भी गए तो ऐसे ही रोते रहे तेरे। നിന്റെ മൂക്ക് ചപ്പട്ട ആയോണ്ട് എളുപ്പം തട്ടും. ഇവന് പഠിക്കാനില്ലോ റീച്ച? മറാഠി പഠിക്കാൻ പറഞ്ഞു. मराठी का बोला मैं करना 1 से 50 हिंदी कर। जल्दी 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 बताते हैं, जल्दी 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 जल्दी। हिंदी बुक लिया है, कौन सा लिया है? क्या रफ नोट में देख रहे हैं? हिंदी मराठी का डिफरेंस पता भी है तेरे को? नहीं पता है, पढ़ाई कर स्कूल में। तुझे पता है? हाँ पता है। बोल। तेरे को क्यों बताऊं? तेरे को सीखने का। तू बोल ना एक बार, तू बोल ना, तू ज्यादा बोल रहा है ना। मराठी में एक लेटर एक्स्ट्रा होता है, समझा ना? क्या मराठी में एक लेटर एक्स्ट्रा होता है? अड़ा अड़ा क्या? अड़ा नहीं नहीं, अड़ा। आप मेरे को मत। फादर को क्या बोल रहे? बाबा। किस में? मराठी में। और हिंदी में? पिताजी। हाँ नहीं नहीं, मराठी में वडील और बाबा दोनों है। तो और हिंदी में पिताजी। पिताजी और पूछा ना अभी क्या हो गया? और तो बाप भी है ना, हिंदी में पापा को क्या बोलते हैं? हिंदी में बाप, पिताजी और कुछ मामा है। अबे क्या मामा है लिखे? പോടാ മാമ, അങ്കിള്. मदर्स ब्रदर അങ്കിൾ പോത്തെ. कुछ भी बोलते हैं और आ जाते हैं। जैसे मैं आंसर देखूंगा। ए चीटर चीटर। टोटल गोवास कितने? गवास गवास ये सबको गिनना है कि इसी को गिनना है? इसको ये सेकंड वाला। क्या बात कर रहे तू? टोटल गोवास कितने हैं? ए चीटिंग मत कर। टोटल गोवास कितने? എന്തുമായിരുന്നു ഇത്രയും കണ്ടം പുകയിലിവിടെ? റേച്ചാൻ ഇന്ന് വീട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ പോളിനോട് പറഞ്ഞ് അവന് എന്തോ ഡൗട്ടുള്ളതെന്ന് വെച്ചാൽ നീ അത് എടുക്കുക, ആ സബ്ജക്റ്റ് എടുക്ക്, പപ്പ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആളാദ്യം ഇച്ചിരി ഒരു മൂഷാട്ടയിലൊക്കെ ഇരുന്നതാണ്. അപ്പം പ്രൈസനോട് പറഞ്ഞ് റേച്ചാൻ പറഞ്ഞു നീ പോയി മറാഠി പഠിയെന്ന്. അപ്പം പോള് പ്രൈസിനെ കളിയാക്കി, നീ പോയി പഠിയടാ ആണ്ട നിന്നോട് പറഞ്ഞില്ലോ എന്ന്. അപ്പം പ്രൈസൻ ചോദിച്ചു നിനക്കറിയാമോ? രണ്ടുപേരുടെ അതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഞോണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ നീ ഇത് മറാഠി വായിരുന്നു പറഞ്ഞ് പ്രൈസൻ കൊണ്ടവന് ബുക്കൊക്കെ കൊടുത്തതാണ്. അതാ രണ്ടുപേരോട് ഇരിക്കുന്നത്. ഒരാളെ ഇപ്പം റേച്ചാൻ ഇപ്പം പോളിനെ ആദ്യം ഇച്ചിരി ഒന്ന് ഇത് പറഞ്ഞില്ലേ, അപ്പം പ്രൈസൻ അവിടെ ഇന്ന് എന്ന് പറഞ്ഞൊന്ന് ചിരിച്ച്. അത് മറ്റവന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പ്രൈസനോട് പറഞ്ഞപ്പം പോൾ അവിടെ ഇന്ന് അവനെ ഒന്ന് കളിയാക്കിക്കൊണ്ടിരുന്നു. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ ചട്നിയിൽ ലാസ്റ്റ് ഞാൻ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച്, എന്നിട്ട് ഞാൻ ഈ ചീനച്ചട്ടിയിൽ നിന്ന്
അതൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഇതിലിനിയും തോരനുണ്ടാക്കാമെന്ന് വെച്ച്. അപ്പം ഞാനതൊരു വേറെ പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ടേ. എനിക്ക് ഇങ്ങനെ ഇലനാമ്പ് വരുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അന്ന് വെച്ച മണിപ്ലാന്റാ പുതിയ ഇലകളൊക്കെ വന്ന് ഇതൊക്കെ ചില സമയത്ത് നമുക്ക് നോക്കിയിരിക്കുമ്പോൾ നല്ലൊരു മനസ്സിനൊരു സന്തോഷം കിട്ടും. നീ പഠിക്കാതെ പടിയുടെ ഇറക്ക പഠിക്കാൻ പറഞ്ഞാൽ അവനൊരു പെയിന്റ് അടി. ആ വേണ്ട, പൈസ വേസ്റ്റ് ആയിക്കോട്ടെ. അവൻ എന്തുവാന്നോ പറയുന്നത്, അവനോട് പഠിക്കാൻ പറഞ്ഞോണ്ടേ അവിടെ പുതിയ പെയിൻറ്റ് റേച്ച വാങ്ങിച്ച് കളറടിക്കുന്നേ. അപ്പോൾ അതവന് വേണം. അപ്പോൾ പഴയത് ഇരുന്നത് ഇച്ചിരി ഒന്ന് കട്ടയായിപ്പോയി. അപ്പോൾ അവനതാ പറയുന്നത്, വെറുതെ പൈസ വേസ്റ്റായി പോകത്തില്ല, അത് ഞാനങ്ങ് അടിച്ചേലും തീർക്കട്ടെന്ന്. ഞാൻ പറഞ്ഞു അവിടെ ഇരുന്നോട്ടെ, പൈസ പൊയ്ക്കോട്ടെന്ന്. ഭയങ്കര സാധനം കേട്ടോ. അപ്പോൾ തോരൻ വെക്കുന്നത് പയറ് തോരനാ. ഇങ്ങനെ എല്ലാം ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് ഞെവിടി, ഞാൻ പറഞ്ഞില്ലേ ആ ചീനച്ചട്ടിയിൽ തന്നെയാണ്, അതിലൊരു ഇച്ചിരി വെളിച്ചെണ്ണയും കടുവും ഇട്ടിട്ട് അതിൽ തന്നെ ഇതെല്ലാം കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വെക്കട്ടെ. ഇനി കുറേ പാത്രങ്ങളുണ്ട് കഴുകാൻ. പിന്നെ കുറച്ച് കഴിഞ്ഞ് പോളും റീച്ചാനൂടെ പോളിൻ്റെ മുടി വെട്ടാനായിട്ട് പോയി. പ്രൈസൻ്റെ നേരത്തെ എന്നെ വെട്ടിയത്. പ്രൈസൻ്റെ പക്ഷേ പെട്ടെന്ന് അങ്ങ് വളരും. പ്രൈസമ്മോൻ ജനിച്ച സമയത്തും ഭയങ്കര മുടിയായിരുന്നു, തിങ്ങി അങ്ങ് മുടിയായിരുന്നു. പക്ഷെ അവർ മുടി വെട്ടാൻ പോയിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞാൽ വന്നേ. ഇന്ന് അവധി ദിവസമല്ലായിരുന്നോ, അപ്പോൾ എല്ലാവരും അവിടെ ക്യൂ ആയിരുന്നു. എന്നിട്ടും റീച്ചാൻ ഫോൺ ചെയ്ത് ചോദിച്ച് ആളുണ്ടോ, എപ്പോൾ വരണമെന്ന്. അവർ പറഞ്ഞ സമയത്താണ് പോയത്, എന്നിട്ടും ലൈനായിരുന്നു. ഒത്തിരിയും സമയം കഴിഞ്ഞാൽ വന്നേ. റീച്ച ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ പിള്ളേർക്ക് നല്ല, കാരണം പിന്നെ വൈകിട്ട് പ്രൈസമോനെ താഴെ കൊണ്ടുപോകും, ബാറ്റ് കളിക്കും, പോൾമോൻ്റെ കൂടെ പോയി ബാഡ്മിൻ്റൺ കളിക്കും. അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട്, അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളിരുന്ന് പഠിക്കുക, എന്നിട്ട് ഞാൻ വൈകിട്ട് കൊണ്ടുപോകാമെന്ന് പറയും. അങ്ങനെ നമ്മുടെ തോരനൊക്കെ റെഡിയായി. എന്നിട്ട് വൈകിട്ട് ഞാനും റീച്ചാനൂടെ കുറേ നാളായി മീൻ വാങ്ങിച്ചിട്ട് അങ്ങനെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ലേഡിമാരുടെ അടുത്ത് മീൻ മാർക്കറ്റിൽ പോയി. അതുകൊണ്ട് ഈ മീനുണ്ടല്ലേ, അതെന്തോ മീനാണെന്നറിയത്തില്ല, ഈ പുഴമീൻ എങ്ങാണ്ട. അപ്പം വങ്കട ഇരിപ്പുണ്ട്, അയലക്കുഞ്ഞുങ്ങളും ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വങ്കട വാങ്ങിച്ചു. ഞാനങ്ങനെ വങ്കട വാങ്ങിക്കുന്നതല്ല, അതിൻ്റെ മുരുത്ത് അവരെയും കൊണ്ട് കണ്ടിപ്പിച്ച്. പക്ഷേ അയലക്കുഞ്ഞുങ്ങൾ ഒരു കൂട്ടം 100 വെച്ചേക്കുക. അപ്പോൾ അവർ പറഞ്ഞ് 2 കൂട്ടം എടുത്തോ, 150 രൂപ താന്ന്. അങ്ങനെ അയലക്കുഞ്ഞുങ്ങളും വാങ്ങിച്ച്, ഈ വങ്കടയും വാങ്ങിച്ച്. പിന്നെ മാന്തേൽ എന്ന് പറയുന്നൊരു കുഞ്ഞു മീനാണ്, അതുകൊണ്ട് ഞാൻ വാങ്ങിക്കാനൊന്നും പോയില്ല. അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം മീൻ എങ്ങും ഇല്ല, നാട്ടിലും ഇല്ലെന്ന് പറയുന്നു. ഇവിടെയും അങ്ങനെ മീനെന്ന് അവർ പറയുന്നു നല്ല വിലയാണ്. നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന ഒരു ലേഡിയാണ് ഇതും അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.